ആവേശത്തോടുകൂടിയാണ് രമ്യ ഹരിദാസ് രാവിലെ കൗണ്ടിംഗ് സെന്ററിലേക്ക് എത്തിയിരിക്കുന്നത്. ഭയങ്കര ആവേശമല്ലേ? പിന്നെന്താ, കാരണം അതാ കണ്ടില്ലേ, ആലത്തൂരിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ആലത്തൂർ ടീമാണ് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ വിക്ടറി ആയിട്ട് തന്നെ വിക്ടോറിയ പോകും. പിന്നെ 100%, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. രണ്ടാം തവണയും പാർലമെന്റിലെത്തും. അതെ, ഉറപ്പായിട്ടും എത്തും. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു പാർട്ട് ടൈം MP ആയിരുന്നില്ല, ഒരു ഫുൾ ടൈം MP ആയിരുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വലിയൊരു പിന്തുണ, അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഇത്തവണ വീണ്ടും മത്സരിക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. രമ്യ ഹരിദാസ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. രമ്യ ജയിച്ചിട്ട് പോയി തന്നെയല്ലേ, പിന്നെ ഈ സ്ത്രീകളെ കാണാൻ പോലും ഒന്നും വന്നിട്ടില്ലല്ലോ ഈ ഭാഗത്തേക്കില്ലല്ലോ. ഉറപ്പായിട്ടും ഒരു ചാഞ്ചാട്ടവും ഇല്ല. മാതൃഭൂമി പ്രേക്ഷകരോട് നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ ഈ ആലത്തൂരിന്റെ വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന വിശേഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കും. ആലത്തൂരിലെ കോൺഗ്രസ് പരാജയത്തിൽ രമ്യ ഹരിദാസിനെതിരെ വിമർശനവുമായി പാലക്കാട് DCC നേതൃത്വം. അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് അത് പാർട്ടി വേദികളിലാണ് പറയുക, അത് അവിടെയാണ് പറയുക. എന്തൊക്കെ മേളായിരുന്നു.